إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ച് ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിദ്ദീഖുകളിൽ, സ്വാലിഹീങ്ങളിൽ റബ്ബ് നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിന് ശേഷമുള്ള ആദ്യത്തെ ജുമഅയിലാണ് നമ്മളൊക്കെ ഉള്ളത്. റമളാനിൽ നമുക്ക് ലഭിച്ച ഊർജവും ഈമാനിന്റെ ചൈതന്യവും എത്രമാത്രം നിലനിൽക്കുന്നുണ്ട്, നിലനിർത്താൻ പറ്റുന്നുണ്ട് എന്ന് സ്വയം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു സമയമാണ് ശവ്വാലിലെ ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയ്ക്കും ദുർബലനാണ് മനുഷ്യൻ. പക്ഷെ നമ്മൾ കരുതുന്നത് നമ്മളാണ് കരുത്തറെന്നാണ്. ശരീരം കൊണ്ടും ശക്തി കൊണ്ടുമൊക്കെ നമ്മളേറെ കരുത്തരാണ് എന്ന് നമ്മൾ കരുതുന്നുവെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിച്ചുവല്ലോ, വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ ദുർബലാവസ്ഥയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. ആ ളുഅഫ് എന്ന് പറയുന്നത് ളുഅഫുൽ ബദൻ, ശരീരത്തിന്റെ ദൗർബല്യം. എത്ര ആരോഗ്യമുണ്ടെന്ന് പറയുന്നവനും എത്ര കരുത്തുണ്ടെന്ന് പറയുന്നവനും ശക്തമായ 2 ദിവസം പനി വന്നാൽ അവൻ ദുർബലനാകും. അവൻ കഴിക്കുന്ന വസ്തുക്കൾ, പുറത്തേക്ക് അവൻ വിസർജിച്ചു പോകുന്ന വിസർജന സംവിധാനമൊന്ന് തകരാറിലായാൽ, വയറൊന്നൊഴിഞ്ഞു പോകാൻ തുടങ്ങിയാൽ അവൻ പെട്ടെന്ന് ക്ഷീണിതനാകും. ശാരീരികമായി നമ്മൾ ദുർബലരാണ്. രണ്ടാമത്തെ ളുഅഫുൽ ഖൽബാണ്, അതായത് മനസ്സിന്റെ ദൗർബല്യം, ഹൃദയത്തിന്റെ ദൗർബല്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആദമിനോടും ഹവ്വയോടും പറഞ്ഞത്, സ്വർഗത്തിലേക്ക് കടന്നോ, അവിടെയുള്ളതെല്ലാം കഴിച്ചോ, പക്ഷെ ഒരു മരത്തിലേക്ക് അടുക്കരുതേ, അതിലെ കനി തിന്നരുതേ, അത് നിങ്ങൾ തിന്നാൽ നിങ്ങൾ അക്രമകാരികളാകും എന്ന്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ ആദമിന് ആ നിർദ്ദേശം കൊടുത്തിട്ട് പോലും ആദമിന്റെ ഹൃദയം ദുർബലമാകുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം നമുക്കിങ്ങനെ വിശദീകരിച്ചു തരുന്നു. وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَذِهِ الشَّجَرَةَ فَتَكُونَا مِنَ الظَّالِمِينَ وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ നാം പറഞ്ഞു, ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ, അവിടെ താമസിച്ചോ. വലാ തഖ്റബാ ഹാദിഹി ഷജറ, ഈ മരത്തിലേക്ക് നീ അടുത്തു പോകരുത്. ഫതകൂനാ മിനൽ ളാലിമീൻ, അങ്ങനെ നീ ചെയ്താൽ, അതിലെ കനി തിന്നാൽ, അതിലെ പഴം തിന്നാൽ നീ ദുൽമുകൾ ചെയ്തവരിൽ പെട്ടുപോകും. ഇത് പറഞ്ഞത് അള്ളയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് പോലും പിശാച് വരികയാണ്, പിശാച് പ്രലോഭിപ്പിക്കുകയാണ്. അള്ളാഹ് അത് തിന്നരുത് എന്ന് പറഞ്ഞത് നിനക്ക് ശാശ്വതത്വം ഖുലൂദ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്, മരിക്കൂല എന്നുള്ളത് കൊണ്ടാണ്. വമുൽക്കിൽ ലാ യബ്ല, ഒരിക്കലും നശിക്കാത്ത അധികാരം നിനക്ക് ഇവിടെ ഉണ്ടാകും, നീ മരിക്കില്ല. ഈ പ്രലോഭനങ്ങളിൽ ആദം വീഴുകയാണ്, ആദം അലൈഹിസ്സലാം വീഴാൻ, വിലക്കപ്പെട്ട കനി അവർ കഴിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റബ്ബ് സുബ്ഹാൻ നേരിട്ട് നിർദ്ദേശം കൊടുത്തിട്ട് പോലും അവിടെ പിടിവിട്ടു പോവുകയാണ് ആദം നബി അലൈഹിസ്സലാമിനും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയ്ക്കും. അത് വെച്ച് നോക്കുമ്പോൾ സത്യത്തിൽ നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ പ്രവാചകനില്ല, അല്ലെ? നമ്മൾ എത്രയോ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു, നമ്മളേറെ ദുർബലരാണ്. അതുകൊണ്ട് ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആ മനസ്സിനെ ആരെങ്കിലും ശുദ്ധീകരിച്ചാൽ അവൻ വിജയിക്കും, അതിനെ മലിനപ്പെടുത്തിയാൽ, കളങ്കപ്പെടുത്തിയാൽ അവൻ പരാജയപ്പെടും. അപ്പൊ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ എന്താ? അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം. മനസ്സിനെ ശുദ്ധീകരിക്കാനായിരുന്നു നോമ്പ്, മനസ്സിനെ ശുദ്ധീകരിക്കാനായിരുന്നു തറാവീഹുകൾ, മനസ്സിനെ ശുദ്ധീകരിക്കാനായിരുന്നു വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസത്തിൽ നമ്മളെടുത്ത് വിശുദ്ധ ഖുർആൻ നിരന്തരം ഓതിയത്, നമ്മൾ ദുആകൾ ചെയ്തത്, നമ്മൾ സ്വതക്കകൾ കൊടുത്തത്, നമ്മൾ സകാത്തുകൾ കൊടുത്തത്. അതിന്റെ ആ ഒരു ചൈതന്യം നിലനിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, റമദാൻ കഴിഞ്ഞു. ഈ റമദാൻ കഴിഞ്ഞിട്ട് അല്ലാഹുവേ എന്റെ റമദാനിലെ കർമ്മങ്ങളെ നീ സ്വീകരിക്കണേ എന്ന് എത്ര പ്രാവശ്യം നമ്മൾ ദുആ ചെയ്തു? എന്റെ തറാവീഹുകളെ സ്വീകരിക്കണേ, എന്റെ വിശുദ്ധ ഖുർആനിന്റെ ഖിറാഅത്തുകളെ നീ സ്വീകരിക്കണേ. അല്ലാഹുവേ, ഇല്ലായ്മയ്ക്കിടയിലും ഒരുപാട് ഞാൻ എടുത്തു കൊടുത്തു, എന്റെ സ്വതക്കകളെ നീ സ്വീകരിക്കണേ എന്ന് എത്ര തവണ നമ്മൾ ദുആ ചെയ്തു സഹോദരങ്ങളെ ഈ റമദാൻ കഴിഞ്ഞിട്ട്. സലഫുകളായ ആളുകൾ വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ 6 മാസത്തോളം അല്ലാഹുവേ കബൂൽ ചെയ്യണേ, കബൂൽ ചെയ്യണേ എന്ന ദുആയായിരുന്നു അവരിൽ നിന്ന് ഉയർന്നിരുന്നത് എന്നാണ്. നമ്മൾ പലതും ചെയ്തു, അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അല്ലാഹു സ്വീകരിക്കണം, നമുക്കറിയില്ല. റബ്ബേ സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിയണം ശരീരത്തിൽ ഒരു മാംസകഷണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, അറിയുക അത് ഹൃദയമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ഹൃദയത്തെ ശുദ്ധീകരിച്ചെടുക്കാനുള്ള ദിനരാത്രങ്ങളാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയത്. പലപ്പോഴും പറയാറുണ്ട്, ഒരു പെണ്ണിനെ പോലെ നിങ്ങളായി തീരരുത്. എന്താണ് ആ പെണ്ണിന്റെ പ്രത്യേകത? ആ പെണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൾ വൈകുന്നേരം വരെ നന്നായി കയർ പിരിച്ച്, നന്നായി നൂല് നോറ്റ്, നല്ല രൂപത്തിൽ ഉണ്ടാക്കി, അതിനുശേഷം അവൾ അതിന്റെ ഇഴകൾ പിരിച്ചു കളയുകയാണ്. അതുപോലെ നമ്മളായിത്തീരുന്ന വലിയൊരു വിഭാഗം ആളുകൾക്ക് റമദാൻ കഴിഞ്ഞാൽ ഒരാലസ്യത്തിലേക്ക് അവർ പോവുകയാണ്. റമദാനിൽ ലഭിച്ച ആവേശവും ഈമാനിന്റെ ആ ഒരു പവറും ചൈതന്യവും റമദാൻ കഴിയുമ്പോൾ എന്തോ നിലച്ചിട്ട് ഒരാലസ്യത്തിലേക്ക് പോകുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, അല്ലാഹു അത്തരമൊരവസ്ഥയിൽ നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. റമദാൻ ഒരു പരിശീലനമായിരുന്നു. ആ പരിശീലനം കൂടുതൽ ചൈതന്യത്തോടുകൂടി മുമ്പോട്ട് ഗമിക്കാനുള്ള, സഞ്ചരിക്കാനുള്ള ആവേശമാണ് നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ടത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല 3 തരം മനസ്സുകളെ പറ്റി പറയുന്നുണ്ട്. ഒന്നെന്താണ്? ഹിയ സലാസ അൻവാഉൻ നുഫൂസ് ഇൻദൽ ഇമാം
ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി ഹിയ സലാസ അൽ-ലവ്വാമ വൽ അമ്മാറത്തു ബിസ്സൂ വൽ മുത്മഇന്ന. 3 തരത്തിലുള്ള മനസ്സുകളാണ്. അൽ ഊല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് അൽ-ലവ്വാമയാണ്. ഹിയ അല്ലത്തി തദ്നിബു വതതൂബു വതലൂമു സാഹിബഹാ അലാ ദുനൂബി വതലൂമുഹാ യഅനി തുറദ്ദിദുഹാ ബൈനൽ ഖൈരി വശർരി എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതായത് തെറ്റുകൾ ഇങ്ങനെ സംഭവിക്കും, എന്നാൽ അത് കഴിഞ്ഞാലോ തൗബ ചെയ്യും, മടങ്ങും. റബ്ബേ പറ്റിപ്പോയല്ലോ, സംഭവിച്ചു പോയല്ലോ, ഇതിൽ നിന്ന് അങ്ങനെ വരാൻ പാടില്ലായിരുന്നല്ലോ എന്ന് നമ്മൾ ആക്ഷേപിക്കും നമ്മുടെ മനസ്സുകളെ തന്നെ. അങ്ങനെയുള്ള മനസ്സുണ്ടെന്ന അതിനെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, ആക്ഷേപകാരിയായ മനസ്സിനെ കൊണ്ടും ഞാനിതാ സത്യം ചെയ്യുന്നു. ഒരു തെറ്റ് വന്നു പോകുമ്പോ നമ്മളെ ആക്ഷേപിക്കാൻ, റബ്ബേ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയല്ലോ, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയല്ലോ, എന്നിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയല്ലോ എന്ന ഒരു മനസ്സ്, ഖേദത്തിന്റെ മനസ്സ്. എന്നിട്ട് തൗബ ചെയ്യാൻ, മടങ്ങുകയാണ്. അങ്ങനെയുള്ള മനസ്സിന്റെ ആളുകളായി തീരാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത് അസാനിയ എന്താണ്? രണ്ടാമത്തത് പിന്നെ അൽ അമ്മാറത്തു ബിസ്സൂ എന്നാ പറഞ്ഞത്. യഗ്ലിബു അലൈഹ ഇത്തിബാഉൽ ഹവാ ബിസ്സബബി ദുനൂബ്, പാപങ്ങളുടെ ആധിക്യം കാരണം ഹവ അവനെ അതിജയിച്ചിരിക്കുന്നു. ദേഹേച്ഛയ്ക്ക് പിറകെയാണ് അവൻ പോകുന്നത്, റബ്ബിന്റെ ഇച്ഛയ്ക്ക് പിറകെയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറഞ്ഞതിന് പിറകെയല്ല, മറിച്ച് ഹവൻ നഫ്സാണ്. ദേഹേച്ഛയ്ക്ക് പിറകെ അവൻ ഇങ്ങനെ പായുകയാണ്. ആർത്തിയും മോഹവും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ അതിന്റെ പിറകെ പായുന്ന ഒരവസ്ഥ. അതിമോഹം, ആർത്തി, കാരണം അവന്റെ ദേഹേച്ഛ അവനെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ഹറാമുകളോ ഹലാലുകളോ ഒന്നും നോക്കുന്നില്ല. അധികാരത്തിലേക്കും ഉയർച്ചകളിലേക്കും എത്തുമ്പോൾ അഹങ്കാരമാണ്, വിനയമല്ല ഉണ്ടാകുന്നത്. അള്ളാഹുവിനോടുള്ള വിധേയത്വമല്ല, അള്ളാഹുവിനെ മറക്കുകയാണ്, മരണത്തെ മറക്കുകയാണ്, പരലോകത്തെ മറക്കുകയാണ്. 6 അടി മണ്ണിൽ ഞാൻ ചെന്ന് കിടക്കേണ്ടി വരുമെന്ന ഖബർ ജീവിതത്തെ അവൻ മറക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. എന്താ പറഞ്ഞെന്നറിയോ? മനസ്സ് മോശമായ കാര്യങ്ങൾ അവനോട് പലതും ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒരിക്കലും എന്റെ നഫ്സിനെ പോലും ഞാൻ ഒഴിവാക്കി പറയുന്നില്ല. കാരണം ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, മ്ലേച്ഛമായ കാര്യങ്ങൾ അത് ചെയ്യാൻ അതിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത്. മ്ലേച്ഛമായ കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ, അള്ളാഹിനെ പറ്റിയുള്ള ബോധം ആ മനസ്സിൽ വരുന്നില്ല. മൂന്നാമത്തത് അൻ നഫ്സുൽ മുത്മഇന്നയാണ്, സമാധാനമടയുന്ന, ശാന്തി അടയുന്ന, അള്ള തന്നത് എത്ര കുറവാണെങ്കിലും അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന, മനസ്സിലൊരു സ്വസ്ഥത, ശാന്തത, ഒരു പരാതിയുമില്ല, ഒരു പരിഭവവുമില്ല. റബ്ബിലേക്കാണ് അവന്റെ ചിന്ത, റബ്ബിലേക്കാണ് അവന്റെ മടക്കം. പരലോകത്തെപ്പറ്റി അതുപോലെ തന്നെ മഹ്ശറിനെ പറ്റിയുള്ള ചിന്ത അവനിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അള്ളാഹിനെ പറ്റി ഓർക്കുന്ന, അള്ളാഹ്ക്കൊരു കാര്യം ഇഷ്ടമില്ലെങ്കിൽ അതിനോടങ്ങേറ്റം വെറുപ്പ് കാണിക്കുന്ന ഒരു മനസ്സ്. അൽ ബുഗ്ദ്, ദേഷ്യം, കോപം, അള്ളാഹു നിഷിദ്ധമാക്കിയതിനോടുള്ള ദേഷ്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല പുണ്യമായി നിശ്ചയിച്ചതിനോടുള്ള അതിയായ ആഗ്രഹം, ഹസനാത്തുകൾ ചെയ്യാനുള്ള ആഗ്രഹം, നന്മകൾ ചെയ്യാനുള്ള ആഗ്രഹം. അങ്ങനെയുള്ള മനസ്സിന്റെ ആളുകളായി തീരാനാണ് നമുക്ക് സാധിക്കേണ്ടത് പ്രിയമുള്ളവരെ. അങ്ങനെയുള്ള ആത്മാക്കളെയാണ് മലക്കുകൾ ക്ഷണിക്കുക, മലക്കുകൾ വിളിക്കുക, മലക്കുകൾ അഭിവാദ്യം ചെയ്യുക. വന്നേക്കൂ, നമുക്ക് പോകാം, സ്വർഗത്തിലേക്കാണ് നിന്റെ യാത്ര എന്ന് പറഞ്ഞ് മലാഖമാർ അടുത്ത് വന്നിരുന്നിട്ട് അവരെ വിളിക്കും. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന,
അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ, നിന്റെ റബ്ബിനെ തൃപ്തിപ്പെട്ടുകൊണ്ടും നിന്റെ റബ്ബിന്റെ തൃപ്തി നേടിയെടുത്തുകൊണ്ടും നീ മടങ്ങിക്കോ. ഫദ്ഖുലീ ഫീ ഇബാദി, എന്റെ ദാസ നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ. വദ്ഖുലീ ജന്നതി, ആ സ്വർഗത്തിലേക്ക് നീ കടന്നു വന്നോ എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്യുന്ന ഒരവസ്ഥ വരാനുണ്ട് ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം. ആ മുത്തുമഇന്നത്തിന്റെ അവസ്ഥയിലേക്കാണ് പ്രിയമുള്ളവരെ ഈ റമദാൻ കഴിയുമ്പോൾ നമ്മൾ എത്തേണ്ടത്. ഒരിക്കലും അന്നഫ്സുൽ അമ്മാറയിലേക്ക് നമ്മൾ തിരിഞ്ഞു നടക്കരുത്. ആ ഒരവസ്ഥയിലേക്ക് റമദാൻ കഴിഞ്ഞപ്പോൾ എത്തിയെന്ന് പലർക്കും നമുക്ക് തോന്നുന്നുണ്ടാകും. അത് നിലനിർത്താനായിരിക്കണം നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അങ്ങനെയുള്ള മനസ്സിന്റെ ഉടമകളായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമുള്ള ഒരു അമലാണ് ശവ്വാലിലെ 6 നോമ്പ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമദാന ثم أتبعه 6 من شوال كان كصيام الدهر. ആരെങ്കിലും വിശുദ്ധ റമദാനിന്റെ നോമ്പുകൾ പൂർത്തീകരിച്ച ശേഷം ഷവ്വാലിലെ 6 നോമ്പ് ഒരാൾ എടുത്താൽ ഒരു വർഷം മുഴുവനും നോമ്പെടുത്തവനെ പോലെ ആയിത്തീരും അവൻ എന്നാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പിനെ അതിന്റെ മഹത്വത്തോടുകൂടി ഫضലോടുകൂടി കാണുന്നവരുണ്ട്, നോമ്പെടുക്കുന്നവരുണ്ട്. എന്നാൽ വിശുദ്ധ റമദാനിലെ നോമ്പിന് കൊടുക്കുന്ന ആ പരിഗണനയുടെ ഒരൽപ്പം പോലും പരിഗണന 6 നോമ്പിന് കൊടുക്കാത്തവരുണ്ട്. ജീവിതത്തിൽ ഇതുവരെ 6 നോമ്പ് എടുത്തിട്ടില്ലാത്ത എന്നാൽ റമദാൻ നോമ്പ് ആവേശത്തോടുകൂടി എടുക്കുന്നവരുണ്ട്. 6 നോമ്പ് തീരെ ഒഴിവാക്കാത്തവരുമുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ റമദാനിലൂടെ കർമ്മങ്ങൾ ചെയ്ത് പുണ്യങ്ങൾ ചെയ്ത് ഒരു വിശ്വാസി റമദാനിന്റെ ചൈതന്യം, അള്ളാഹ് പറഞ്ഞ ചൈതന്യം ഒരാൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അവനൊരിക്കലും ഷവ്വാൽ 6 നോമ്പ് ഒഴിവാക്കൂല. കാരണം അവനത് ഒഴിവാക്കാൻ പറ്റില്ല. അത്രയേറെ ഫضലാണ്, പുണ്യമാണ്. നിങ്ങൾ സാധിക്കുമെങ്കിൽ 6 നോമ്പ് കൂടി എടുക്കുക എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റമദാനിന്റെ നോമ്പ് ഒരാൾ പൂർത്തീകരിച്ചിട്ട് 6 നോമ്പ് കൂടി ആ നിയ്യത്തിലെടുത്താൽ ഒരു വർഷം മുഴുവൻ പുണ്യം, നോമ്പെടുത്ത പുണ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു വർഷം മുഴുവൻ നോമ്പെടുക്കുക എന്നുള്ളത് ഹറാമാണ്. എന്നാൽ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തതിന്റെ പുണ്യം കിട്ടും എന്ന് പറഞ്ഞാൽ വിവരമുള്ള ബോധമുള്ള ഒരു വിശ്വാസി ഒരിക്കലും അത് ഒഴിവാക്കില്ല. ഇവിടെ പണ്ഡിതന്മാർ ചില മസലകൾ പറയുന്നുണ്ട്. രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടാൽ, റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടാൽ അത് പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കണം 6 നോമ്പ് എടുക്കേണ്ടത്, എങ്കിലേ ആ പ്രതിഫലം ലഭിക്കൂ എന്നാണ്. ഒരാൾക്ക് രോഗം കാരണം ഏകദേശം റമദാനിലെ ഭൂരിഭാഗം നോമ്പുകളും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അയാൾ ഷവ്വാലിൽ നോമ്പെടുക്കുകയാണ്. ഷവ്വാലിൽ നോമ്പെടുത്തിട്ടും ആ നഷ്ടപ്പെട്ട നോമ്പുകൾ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ 6 നോമ്പ് ശൈഖ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മഹുള്ള പറഞ്ഞത്, അവന് വേണമെങ്കിൽ ദുൽഖഅദ മാസത്തിൽ ആ 6 നോമ്പെടുത്താലും ലറൂറത്തിന്റെ ഹാല് കൊണ്ടാണ് അവൻ ഒഴിവാക്കിയത് എങ്കിൽ അവൻ ഷവ്വാൽ ഒരിക്കലും അവന് എടുക്കാൻ പറ്റുന്നില്ല എന്ന കാരണത്താലാണ് അവൻ ദുൽഖഅദയിൽ 6 നോമ്പെടുത്തെങ്കിൽ പോലും അവൻ ആ പുണ്യം ലഭിക്കും എന്ന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മഹുള്ള പറയുന്നു. അത്രമാത്രം നോക്കൂ നിങ്ങൾ, അതിന് സാധിക്കാത്തവർ ദുൽഖഅദയിൽ എടുത്താലും അതിന്റെ പുണ്യം ലഭിക്കുമെന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രതിഫലാർഹമായ കാര്യമാണ്. അതുകൊണ്ട് റമദാനിന്റെ നോമ്പ് എത്ര പ്രയാസപ്പെട്ടിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല 6 നോമ്പ് എടുക്കാൻ. പക്ഷെ അത് എടുക്കാതിരിക്കുന്നു. ഒരിക്കലും അങ്ങനെ ആവരുത് പ്രിയമുള്ളവരെ. നമ്മൾ ആ നോമ്പ് കൂടി എടുക്കുക. നോമ്പെടുത്താൽ 6 നോമ്പെടുത്താൽ മറ്റൊരു പുണ്യമുണ്ട്. അതെന്താ? ആ റമദാനിലൂടെ നമ്മൾ നേടിയെടുത്തതിന്റെ ആ ഒരു ചൈതന്യം ഈ ഷവ്വാൽ 6 നോമ്പിലൂടെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്.
റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ 6 നോമ്പ് തുടർച്ചയായി എടുക്കണം എന്നല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ശവ്വാൽ മാസത്തിൽ നമുക്ക് സാധിക്കുന്ന ദിവസങ്ങളിലായി ആ നോമ്പ് എടുത്താൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശവ്വാൽ 6 നോമ്പിന്റെ പുണ്യം കൂടി നേടിയെടുക്കാനുള്ള പരിശ്രമം വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമദാനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് തവണ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്, കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, മനസ്സുകൾ വിങ്ങിയിട്ടുണ്ട്. പാപങ്ങളൊന്നും അവശേഷിക്കാതെ റഹ്മാനായ റബ്ബെല്ലാം പുറത്തു തരണമെന്ന ആഗ്രഹമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളെയും പുറത്തു തരുമാറാവട്ടെ. റയ്യാൻ എന്ന സ്വർഗ്ഗ കവാടത്തിലൂടെ കടന്നു പോകാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നാളെ മഹ്ശറിൽ ഒത്തുചേരുമ്പോൾ വലത് കൈയിൽ കർമ്മരേഖ ഏറ്റുവാങ്ങുന്ന, മുഖങ്ങൾ പ്രകാശിക്കുന്ന വിശ്വാസികളായി നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്ന ഒരുപാട് പേരുണ്ട്, നമുക്ക് പ്രിയപ്പെട്ടവർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ തന്നെയും. അല്ലാഹു നമ്മുടെ രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർ എല്ലാവർക്കും അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കട്ടെ. നമ്മുടെ സഹോദരൻ ജാഫറിന്റെ ഉപ്പയുടെ അനുജൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മറ്റോ മരണപ്പെട്ട വിവരം അറിയിച്ചിരുന്നു. അലി എന്ന സഹോദരൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാം ആ സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം റബ്ബ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام